ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു BA ട്യൂട്ടോറിയൽ. ഇന്നെത്തിയേക്കുന്നത് സെറ്റുകാർക്കുള്ള ഒരു മോക്ക് ടെസ്റ്റുമായിട്ടാണ്. ജനറൽ പേപ്പറിലെ ടെക്നോളജി പാർട്ട്, നമ്മൾ BEdനൊക്കെ പഠിക്കുമ്പോൾ മൂന്നാമത്തെ പേപ്പർ പഠിക്കില്ലേ, ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആ പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ രണ്ടാമത്തെ മോക്ക് ടെസ്റ്റാണിത്. ആദ്യത്തെ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ ഈ ഒരു പോർഷൻ റിലേറ്റഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ജനറൽ പേപ്പറിൻ്റെ പല ഏരിയ വൈസ് തിരിച്ചിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കാരണം സൈക്കോളജി ചിലപ്പോൾ പാടുള്ളവർ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഫിലോസഫിയും ടെക്നോളജി സൈഡും ആയിരിക്കാം പാട്. അപ്പോൾ നമുക്ക് കൂടുതൽ അതൊന്ന് ആ സൈഡിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള തരം തിരിച്ചുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഈ ഒരു മോക്ക് ടെസ്റ്റ് 2019 നടന്ന സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്ന ടെക്നോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു മോക്ക് ടെസ്റ്റാണ്. 21 ചോദ്യങ്ങളടങ്ങുന്ന മോക്ക് ടെസ്റ്റാണിത്. കീ പോയിൻറ്റ്സ് എഴുതാൻ റെഡി ആയിട്ടിരിക്കുക. ആൻസറുകൾ നിങ്ങളൊന്ന് എഴുതി തന്നെ നോക്കുക. അതിനുശേഷം മാർക്കുകൾ കമൻറ്റ് ചെയ്യുക. ചോദ്യം 1. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ഗ്രേഡിംഗ് സിസ്റ്റം ഓഫ് ഇവാലുവേഷൻ? ഇറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് സ്റ്റുഡൻസ് അക്കാഡമിക് പ്രോഗ്രസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്. ഇറ്റ് പ്രൊവൈഡ്സ് ഷോർട്ട് ടേം ഗോൾസ്. It helps in developing an evaluation system. Answer: it helps in developing an evaluation system ആണ്. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആൻസർ വന്നതെന്ന് നമുക്ക് നോക്കണം. നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഗ്രേഡിംഗ് സിസ്റ്റം ഓഫ് ഇവാലുവേഷൻ്റെ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതാണെന്നുള്ളതാണ്. ഏതൊക്കെയാണ്? ഇറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ സ്റ്റുഡൻസ് അക്കാഡമിക് പ്രോഗ്രസ് നമുക്ക് എന്തിൽ കിട്ടും? നമുക്ക് ഇത് വെച്ച് കിട്ടും. ഇറ്റ് യൂസ്ഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസസിന് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് പ്രൊവൈഡ് ഷോർട്ട് ടേം ഗോൾസ് ഇത് അച്ചീവ് ചെയ്യാറുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ആൻ ഇവാലുവേഷൻ സിസ്റ്റം. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഫങ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ആൻഡ് ഇവാലുവേഷൻ സിസ്റ്റമാണ്. അതായത് ഒരു ഇവാലുവേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളത് നമ്മളുടെ ഗ്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഫങ്ഷൻ അല്ല. ഗ്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് മറ്റു 3 കാര്യങ്ങൾ ഗ്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനാണ്. ഒരു ഇവാലുവേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചു എന്നുള്ളത് നമ്മളുടെ ഗ്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ എന്തല്ല ഫങ്ഷനായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ലീസ്റ്റായിട്ടുള്ള ഫങ്ഷൻ ഏതാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അത് തന്നെ സെലക്ട് ചെയ്തത്. ഇനി അടുത്ത് രണ്ടാമത്തെ ചോദ്യം. റിലേറ്റീവ് ഗ്രേഡിംഗ് ഈസ് റിലേറ്റീവ് പെർഫോമൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റ്. അപ്പോൾ എന്താണ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്? റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് റിലേറ്റീവ് പെർഫോമൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ സ്റ്റുഡൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് താഴ്ന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്നുള്ളത് നമ്മൾ നോക്കുക. ഇൻ വൺ സബ്ജക്റ്റ് ടു ഓൾ സബ്ജക്ട്സ് to a selected homogeneous group of students' performance. In one students to the performance of all students took the test in the same subject. In all subject performance of all students in all subject. ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഇൻ വൺ സബ്ജക്റ്റ് ടു പെർഫോമൻസ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ടുക്ക് ദ ടെസ്റ്റ് ഇൻ ദി സെയിം സബ്ജക്റ്റ്. അതായത് ഇവിടെ റിലേറ്റീവ് ഗ്രേഡിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റിലേറ്റീവ് ഗ്രേഡ് എന്ന് പറയുന്നത് റിലേറ്റീവ് ഗ്രേഡിംഗ് ഈസ് എ റിലേറ്റീവ് പെർഫോമൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ സ്റ്റുഡൻ്റ് ആണ്. അതെന്തുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ്. ഇവിടെ എന്താണ് വരുന്നത്? മൊത്തം കുട്ടികളിൽ ഒരേ സബ്ജക്റ്റിൽ എല്ലാ കുട്ടികളിൽ നിന്നും ഒരു കുട്ടിയുടെ ഒരു സബ്ജക്റ്റിൻ്റെ പെർഫോമൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റിലേറ്റീവ് ഗ്രേഡിംഗ് ഉപയോഗിക്കുന്നത്. എന്താണ്? മൊത്തത്തിലുള്ള കുട്ടികളിൽ നിന്നും
ഒരു സബ്ജക്റ്റിന് അല്ലെങ്കിൽ സെയിം സബ്ജക്റ്റിന് എല്ലാ കുട്ടികളുടെയും ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് എടുത്തതിന് ശേഷം അതിൽ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് മറ്റു കുട്ടികളെ അപേക്ഷിച്ചുള്ള മാർക്ക് എന്ന് നമ്മൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് റിലേറ്റീവ് ഗ്രേഡിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം തന്നെ റിലേറ്റീവ് ഗ്രേഡിംഗ് എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം, വിച്ച് among the following is not an objective of summative evaluation? സമ്മേറ്റീവ് ഇവാലുവേഷൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ്. ടു ഡിറ്റർമിൻ ദ എക്സ്റ്റെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് അച്ചീവ്മെൻറ്റ് ആൻഡ് കോമ്പീറ്റൻസ്, ടു പ്രൊവൈഡ് എ ബേസിസ് ഓഫ് അസൈനിങ് ഗ്രേഡ്, ടു പ്രൊവൈഡ് പ്രോഗ്രസ് റിപ്പോർട്ട് ടു ദ പാരൻസ്. ഓപ്ഷൻ ഡി, to monitor learning process during instruction. ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവിടെ ചോദിച്ചേക്കുന്നത് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്നാണല്ലേ. സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കോഴ്സിൻ്റെ ലാസ്റ്റ് നടത്തുന്നതാണ്. അപ്പോൾ ആ ലാസ്റ്റ് നടത്തുന്ന കോഴ്സിൻ്റെ ആ ഒരു ഇവാലുവേഷനുമായിട്ട് ബന്ധപ്പെടാത്തത് ഏതെന്നാണ്. ഇലക്ഷൻ സമയത്ത് ലേണിംഗ് പ്രോഗ്രസ്സിനെ മോണിറ്റർ ചെയ്യാനാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്ന ഓപ്ഷൻ. അതല്ല, അത് ഏതിൻ്റെതാണ്? അത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ്റെ ഒബ്ജക്റ്റീവാണ് ഇല്ലേ. ഇൻസ്ട്രക്ഷൻ സമയത്ത് കുട്ടികളുടെ ഉണ്ടാകുന്ന ലേണിംഗ് പ്രോഗ്രസ്സിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇവാലുവേഷനാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഗ്രേഡുകൾ കൊടുക്കാൻ, അല്ലെങ്കിൽ കുട്ടിയുടെ അച്ചീവ്മെൻറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ, അതൊക്കെയാണ് നമ്മൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് നാലാമത്തെ ചോദ്യം, വാലിഡിറ്റി ഓഫ് എ ടെസ്റ്റ് ഈസ് consistency in scoring, measure what it intends to measure, objective scoring, subjective evaluation. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. മെഷർ വാട്ട് ഇറ്റ് ഇൻറ്റൻസ് ടു മെഷർ. അതായത് വാലിഡിറ്റി എന്ന് പറയുമ്പോൾ, ഒരു ടെസ്റ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എന്താണോ നമ്മൾ മെഷർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായിരിക്കണം നമ്മൾ മെഷർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ടെസ്റ്റ് നമ്മൾ കുട്ടിയിലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എത്രത്തോളം കുട്ടികൾക്ക് അറിയാം എന്ന് കണക്കാക്കുന്ന ഒരു വാലിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കുട്ടികൾക്ക് എത്ര അറിയാം എന്നുള്ളത് തന്നെ അളക്കാനുള്ളതായിരിക്കണം. അതിനകത്ത് വേറെ ഒരു കാര്യങ്ങളും ഉൾപ്പെടാനായിട്ട് പാടില്ല. ഇപ്പോൾ കുട്ടികളുടെ IQ ലെവൽ മനസ്സിലാക്കാനുള്ള ക്വസ്റ്റ്യൻസോ, അല്ലെങ്കിൽ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി മനസ്സിലാക്കാനുള്ള ക്വസ്റ്റ്യൻസോ, അല്ലെങ്കിൽ എസ്സേ കുട്ടികൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ള ക്വസ്റ്റ്യൻസോ ഒന്നും അതിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഒരു ടെസ്റ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ആ ടെസ്റ്റ് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഉപയോഗിക്കുന്നത് അത് തന്നെ ഉപയോഗിച്ചിരിക്കണം, അത് തന്നെയായിരിക്കണം മെഷർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനി അടുത്ത് അഞ്ചാമത്തെ ചോദ്യം, പ്രോഗ്രാം ബൈ ഗവൺമെൻറ് വിച്ച് cater to the physical, mental and sexual health of adolescent is Kishori Shakti Yojana, Swadhar Grey Scheme, Panchayat Yuva Krida or Abhiyan, Rashtriya Kishore Swasthya Karyakram. ആൻസർ ഓപ്ഷൻ ഡി ആണ്. രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രമമാണ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഗവൺമെൻറ് നടത്തുന്ന ഒരു സ്കീമാണ്. എന്തിനു വേണ്ടിയിട്ട് ആ സ്കീം നടത്തുന്നത്? അഡോളസൻ്റ് ആയിട്ടുള്ള കുട്ടികളിലുള്ള ഫിസിക്കൽ, മെൻ്റൽ, സെക്ഷുവൽ ഹെൽത്തിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രം. ഇനി അടുത്ത് ആറാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എസെൻഷ്യൽ ക്രൈറ്റീരിയ ഓഫ് ക്രിയേറ്റീവ് പ്രോഡക്റ്റ്? ക്രിയേറ്റീവ് പ്രോഡക്റ്റ് ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്താണ്? റിലയബിലിറ്റി, ഫ്ലുവൻസി, ഒബ്ജക്റ്റിവിറ്റി, കോമണാലിറ്റി. ആൻസർ ഇതാണ്, ഫ്ലുവൻസിയാണ്. ക്രിയേറ്റീവ് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലെന്തായിരിക്കണം? ഒരു ഫ്ലുവൻസി ഉണ്ടായിരിക്കണം. അതാണ് അതിൻ്റെ ക്രൈറ്റീരിയ. ഒരു ക്രിയേറ്റീവ് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അതായത് അതൊരു ക്രിയേറ്റീവ് പ്രോഡക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ
അതിൻ്റെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ക്രൈറ്റീരിയയിൽ വരുന്ന ഒരെണ്ണമാണ് ഏത്? ഫ്ലുവൻസി. ഇനി അടുത്ത 7ാമത്തെ ചോദ്യം. ദ ഹാംഫുൾ ഓർ ഹസാർഡസ് യൂസ് ഓഫ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ഇൻക്ലൂഡിംഗ് alcohol and illicit drugs is known as substance abuse, social abuse, psychotherapy, chemotherapy. ആൻസർ ഏതാണ് ഇവിടെ വരുന്നത്? സബ്സ്റ്റൻസ് അബ്യൂസ് ആണ് ഇല്ലേ? അതായത് ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ്സ്. ആൽക്കഹോളോ ഡ്രഗ്സോ പോലുള്ള സബ്സ്റ്റൻസസ് നമ്മളുടെ ദോഷകരമായ നമ്മളുടെ മൈൻഡിനെയും ശരീരത്തെയും ഒക്കെ ഹാംഫുള്ളായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള ഉപയോഗത്തെ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. അതിനെ പറയുന്ന പേരാണ് സബ്സ്റ്റൻസ് അബ്യൂസ്. ഇനി അടുത്ത 8ാമത്തെ ചോദ്യം. Dash is a centrally sponsored scheme of the Ministry of Human Resource Development, Government of India, for the development of secondary education in public school. പബ്ലിക് സ്കൂളിലെ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ പാർട്ടായ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ സ്കീം ഏതാണ് എന്നുള്ളതാണ്. RUSA, DPEP, RMSA, SSA. ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. RMSA ആണ്. ഇത് പറയുന്നത് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്നുള്ളതാണ്. അതായത് സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ സ്പോൺസർഷിപ്പിൽ നടത്തുന്ന ഒരു സ്കീമാണ് RMSA, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ് കേട്ടോ. അടുത്ത് 9ാമത്തത്. Arrange the following units of storage in the correct order from smallest unit first. Kilobyte, byte, megabyte, terabyte, gigabyte, bit. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓപ്ഷൻസ്. ഇതിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താഴെ നോക്കിയിട്ട് ഇതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ടൈം എടുക്കുക. സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ചെയ്ത് നോക്കിക്കോളൂ. ചെയ്ത് നോക്കി തെറ്റുന്നതിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ ഒരിക്കലും മറക്കില്ല. പിന്നെ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇത് ചോദിച്ചേക്കുന്ന എന്താണ്? നമ്മളുടെ സ്റ്റോറേജ് ആണ് ഇല്ലേ? അപ്പോൾ ഈ സ്റ്റോറേജ് യൂണിറ്റിനെ എന്താണ് അസെൻഡിങ് ഓർഡറിൽ അടയാളപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് സ്മോളസ്റ്റ് ആദ്യം, പിന്നെ വലുതായിട്ടുള്ള എന്നുള്ള രീതിക്ക്. അപ്പോൾ അതിൽ നമ്മൾക്ക് പഠിച്ചിരിക്കേണ്ട കാര്യം, ഇപ്പം ഇവിടെ പറയുന്നത് 6ാമത്തത് ആദ്യം വരും. ബിറ്റ്, ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഗിഗാബൈറ്റ്, ടെറാബൈറ്റ്. അങ്ങനെയാണ് നമ്മളുടെ ഒരു ഓർഡർ പോകുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഏറ്റവും ചെറിയ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് ബിറ്റ് എന്നറിയപ്പെടുന്നത്. ഈ 8 ബിറ്റുകൾ ചേരുമ്പോഴത്തേക്കാണ് ബൈറ്റ് ആകുന്നത്. 8 ബിറ്റ്സ് ആണ് ഒരു ബൈറ്റ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ബൈറ്റ്, അപ്പോൾ 8 ബിറ്റ് ഒരു ബൈറ്റാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി 1024 ബൈറ്റുകൾ ചേരുമ്പോഴാണ് ഒരു കിലോ ബൈറ്റ് ആകുന്നത്. ഇനി 1024 കിലോ ബൈറ്റ് ചേരുമ്പോൾ ഒരു മെഗാബൈറ്റ് ആവും. ഇനി 1024 മെഗാബൈറ്റ് ചേരുമ്പോൾ ഒരു ജിഗാബൈറ്റ് ആവും. ഇനി 1024 ജിഗാബൈറ്റ് ചേരുമ്പോൾ ഒരു ടെറാബൈറ്റ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കണക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ 1024 ഓരോന്നും 1024 ചേരുമ്പോഴാണ് അടുത്ത ഒരു യൂണിറ്റ് ഉണ്ടാകുന്നത് എന്നുള്ളത് ആലോചിച്ചോളുക. അപ്പോൾ ബിറ്റ്, ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്. ഒന്നുകൂടി: ബിറ്റ്, ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഗിഗാബൈറ്റ്, ടെറാബൈറ്റ്. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ചിലപ്പോൾ അത് ചോദിക്കാം എത്ര ഇത് ചേർന്നിട്ടാണ് അടുത്തത് എന്നുള്ളത്. അപ്പോൾ 1024 അതിന് തൊട്ട് മുന്നേ ഉള്ള ഏതാണോ അളവ്, അത് 1024 അത് ചേരുമ്പോഴത്തേക്കാണ് പുതിയൊരെണ്ണം ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ
എത്ര മെഗാബൈറ്റ് ചേരുമ്പോഴാണ് ഒരു ഗിഗാബൈറ്റ് ഉണ്ടാകുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ 1024 മെഗാബൈറ്റ് ചേരുമ്പോഴാണ് ഒരു ഗിഗാബൈറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളിതിനകത്ത് നിന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത 10ാമത്തെ ചോദ്യം. The integration of ICT in all the process with the aim of enhancing government ability to address the needs of general public is e-learning, e-commerce, e-banking, e-governance. ആൻസർ ഇതാണ്, ഇ ഗവർണൻസ് ആണ് ഇല്ലേ. അപ്പോൾ എന്താ ഇവിടെ ചോദിച്ചേക്കുന്നത്? ഇതൊരു ICT ഇൻ്റഗ്രേഷനാണ്. ആരുടേതാണ്? ഗവൺമെൻറ്റിൻ്റെതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ജനറൽ പബ്ലിക്കിൻ്റെ നീഡ്സുകളെ നമ്മൾക്ക് നടത്തി കൊടുക്കുക, അവരുടെ പ്രോസസ്സൊക്കെ ഈസി ആക്കുക എന്നുള്ള ഒരു എയിമോടുകൂടി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള തന്നെ ഒരു ICT സ്കീമാണ് ഇ ഗവർണൻസ്. അതായത് നമ്മളുടെ പൊതുജനങ്ങളുടെ ആവശ്യങ്ങളെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ICT എനേബിൾഡ് ആയിട്ടുള്ളൊരു ചെയ്യുന്ന കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് ഇ ഗവർണൻസ്. അടുത്ത 11ാമത്തെ ചോദ്യം. ദ ടൈപ്പ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് വിച്ച് ഇൻവോൾവ്സ് എക്സാമിൻസ് പാസ്റ്റ് ഈവൻറ്റ്സ് to draw conclusions and make predictions about the future is experimental research, descriptive research, historical research, quantitative research. ആൻസർ ഇതാണ് ഇവിടെ വരുന്നത്. ഓപ്ഷൻ സി ആണ്, ഹിസ്റ്റോറിക്കൽ റിസർച്ചാണ്. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ടൈപ്പ് ഓഫ് റിസർച്ചാണിത്. അതിനകത്ത് എന്താ എക്സാമിൻ ചെയ്തത്? പാസ്റ്റ് ഈവൻസിനെ എക്സാമിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്നൊരു കൺക്ലൂഷൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ നമ്മൾ ചെയ്യുന്നു, ഫ്യൂച്ചറിന് വേണ്ടിയിട്ടൊരു പ്രഡിക്ഷൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് എന്ത് റിസർച്ചാണ്? ഹിസ്റ്റോറിക്കൽ റിസർച്ചാണ്. അപ്പോൾ പാസ്റ്റിലെ കാര്യങ്ങളാണ് എക്സാമിൻ ചെയ്യുന്നതെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഹിസ്റ്റോറിക്കൽ റിസർച്ചാണ്. ഇനി അടുത്ത 12ാമത്തെ ചോദ്യം. ഡാഷ് ഈസ് എ മോഡൽ ഓഫ് കമ്പ്യൂട്ടർ ഡേറ്റ സ്റ്റോറേജ് in which the digital data is stored in and accessible from multiple distributed connected resources. Options: cloud storage, social networking, supercomputing, green computing. ആൻസർ ഇതാണ് ഇവിടെ വരുന്നത്. ആൻസർ ക്ലൗഡ് സ്റ്റോറേജ് ആണ്. ഇവിടെ എന്താ ക്ലൗഡ് സ്റ്റോറേജ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റോറേജുകളിൽ നിന്നും വ്യത്യസ്തമായി കമ്പ്യൂട്ടറിൻ്റെ ഒരു സ്റ്റോറേജ് മോഡലാണിത്. കമ്പ്യൂട്ടറിൻ്റെ ഡേറ്റ സ്റ്റോറേജ് ആണിത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഡിജിറ്റൽ ഡേറ്റകൾ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്? മൾട്ടിപ്പിൾ ഡിസ്ട്രിബ്യൂട്ടഡ് കണക്റ്റഡ് റിസോഴ്സസിനകത്താണ്. പല കണക്റ്റഡ് റിസോഴ്സസിനകത്ത്, മൾട്ടിപ്പിൾ ഡിസ്ട്രിബ്യൂട്ടഡ് കണക്റ്റഡ് റിസോഴ്സസിനകത്താണ് നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ആ സ്റ്റോർ ചെയ്ത് വെച്ചതിൽ നിന്നും നമ്മൾ ആക്സസിബിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അതെന്താണ്? ക്ലൗഡ് സ്റ്റോറേജ് ആണത്. ഇനി അടുത്ത 13ാമത്തെ ചോദ്യം. Unsolicited 13ാമത്തെ ചോദ്യം. An unsolicited email message sent to many recipients at once is called worm, virus, spam, threat. ആൻസർ ഇതാണ്. ആൻസർ സ്പാം ആണ്. അതായത് നമ്മൾ ഒരു എന്താണ് കമാൻഡ് കൊടുക്കാണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്ട്രക്ഷൻ ഒന്നും കൂടാണ്ട് തന്നെ എന്താണ് ഒരു ഇമെയിൽ മെസ്സേജ് ഒരുപാട് ആൾക്കാർക്ക് സെൻഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സ്പാം എന്നുള്ളത്. ഇനി അടുത്ത 14ാമത്തെ ചോദ്യം. സ്റ്റേറ്റ് ലെവൽ ഏജൻസി set up for imparting educational management training to the stakeholders in educational sector in Kerala is NUEPA, SCERT, CMAT, SIEMAT, DIET. ആൻസർ ഏതാണ് ഇവിടെ വരുന്നത്? ആൻസർ CMAT ആണ്. ഇപ്പോൾ CMATൻ്റെ ഫുൾ ഫോം ഒന്ന് നോക്കിക്കേ. എന്താണ് CMATൻ്റെ ഫുൾ ഫോം? സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ആണ്. സ്റ്റേറ്റ്
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ലെവൽ ഏജൻസി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇമ്പാർട്ടിംഗ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ എഡ്യൂക്കേഷണൽ സെക്ടേഴ്സ്. അപ്പോൾ എഡ്യൂക്കേഷണൽ സെക്ടറിനകത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ട്രെയിനിങ്, മാനേജ്മെൻറ്റും എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ള ട്രെയിനിങ് നടത്തുക എന്നുള്ളതാണ് CMAT-ൻ്റെ ലക്ഷ്യം. അപ്പോൾ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ആണ് CMAT-ൻ്റെ ഫുൾ ഫോം. ഇനി അടുത്ത 15ാമത്തെ ചോദ്യം, ദ ചെയർമാൻ ഓഫ് എ ടീച്ചർ സെലക്ഷൻ ബോർഡ് ഷുഡ് ബി. ഒരു ടീച്ചർ സെലക്ഷൻ ബോർഡിൽ ചെയർമാൻ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ്. ഏബിൾ ടു ഇവാലുവേറ്റ് എ ടീച്ചിങ് കോമ്പിറ്റൻസി ഓഫ് ദി കാൻഡിഡേറ്റ്, ഏബിൾ ടു ജഡ്ജ് ദ പേഴ്സണാലിറ്റി ഓഫ് ദി കാൻഡിഡേറ്റ്, fair and impartial to the candidates, all of the above. ആൻസർ ഏതാ വരുന്നത്? ഓൾ ഓഫ് ദി എബവ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ടീച്ചർ സെലക്ഷൻ ബോർഡിലുള്ളൊരു ചെയർമാൻ എന്തൊക്കെയായിരിക്കണം, എങ്ങനെയുള്ള ക്വാളിറ്റീസ് ആയിരിക്കണം അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അദ്ദേഹം എന്ത് ചെയ്യണം? ടീച്ചിങ് കോമ്പിറ്റൻസി ഇവാലുവേറ്റ് ചെയ്യണം അല്ലേ. അവിടെ വരുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ടീച്ചിങ് കോമ്പിറ്റൻസി എത്രയാണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ജഡ്ജ് ചെയ്തേക്കണം. ഒരു ടീച്ചറിൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് എന്നുള്ളത് ജഡ്ജ് ചെയ്തേക്കണം. അതുപോലെ തന്നെ എല്ലാ കാൻഡിഡേറ്റ്സിനോടും ഫെയർ ആൻഡ് ഇമ്പാർഷ്യൽ ആയിരിക്കണം. ഒരാളോട് ഇച്ചിരി പ്രത്യേക രീതിക്ക് ഒരു സോഫ്റ്റ് കോർണറോ അല്ലെങ്കിൽ ചില ആൾക്കാരോട് റൂഡ് ബിഹേവിയറോ അങ്ങനെയൊന്നും ഉണ്ടാകാതെ എല്ലാവരോടും ഫെയറും ഇമ്പാർഷ്യലും ആയിരിക്കണം എന്നുള്ള 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 3 മാർക്ക് വേണ്ടുന്ന ക്വാളിറ്റിയാണ്. ഒരു ടീച്ചർ സെലക്ഷൻ ബോർഡിലെ ചെയർമാന് വേണ്ടുന്ന ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ്. ഇനി അടുത്ത് 16ാമത്തെ ചോദ്യം, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഷുഡ് ബി ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് അവർ എഡ്യൂക്കേഷൻ, especially is the school education, because it creates more job opportunities, it helps in reducing environmental pollution, we are part of environment, so it helps to developing ecological ego, and it is a part of curriculum. ആൻസർ ഏതാ വരുന്നത്? ഇവിടെ ഓപ്ഷൻ സി ആണ്. വി ആർ പാർട്ട് ഓഫ് എൻവയോൺമെൻറ്റ് സോ ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പിംഗ് എക്കോളജിക്കൽ ഈഗോ. ഇവിടെ എന്താ പറയുന്നത്? എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാക്കണം, എസ്പെഷ്യലി സ്കൂൾ എഡ്യൂക്കേഷനിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോഴേ സോ ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പിംഗ് എക്കോളജിക്കൽ ഈഗോ, നമുക്കൊരു എക്കോളജിക്കൽ ഈഗോ ഉണ്ടാക്കിയെടുക്കണം. എന്തിനു മേലെയായിട്ട് നമ്മളുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് നമ്മൾ ഒരു ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആര് സഹായിക്കും? ഈ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനിലൂടെ എൻവയോൺമെൻറ്റ് ഒരു ഇഷ്ടം വരും. അതിലൂടെ തന്നെ എക്കോളജിക്കൽ ഈഗോ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കും. ഇനി അടുത്ത 17ാമത്തെ ചോദ്യം, എ ടീച്ചർ വാണ്ട്സ് ടു സ്റ്റഡി ദ ലേണിംഗ് പ്രോബ്ലംസ് ഓഫ് ഹിസ് സ്റ്റുഡൻസ് ആൻഡ് ടേക്ക് മെഷേഴ്സ് ടു സോൾവ് ദ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഹിസ് ഫൈൻഡിങ്സ്. Here the type of research used is survey, case study, action research, experiment. ആൻസർ ഏതാ വരുന്നത്? ആക്ഷൻ റിസർച്ച് ആണ്. ഇവിടെ ചോദ്യം നോക്കിക്കേ, ഒരു ടീച്ചറിന് കുട്ടികളിലെ ലേണിംഗ് പ്രോബ്ലംസിനെ സ്റ്റഡി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ തന്നെ ലേണിംഗ് പ്രോബ്ലംസിനെ സ്റ്റഡി ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻസും കണ്ടുപിടിക്കുകയാണ്. അതായത് പ്രോബ്ലംസിൻ്റെ ഫൈൻഡിങ്സ്, മെഷേഴ്സ് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഫൈൻഡിങ്സും ടീച്ചർ കണ്ടുപിടിക്കുന്നുവെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് റിസർച്ചാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് ആക്ഷൻ റിസർച്ചാണ്. അതായത് നമ്മളുടെ ആ ഒരു അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളിൽ നമ്മൾ ചെയ്യുന്ന റിസർച്ചുകളെല്ലാം ആക്ഷൻ റിസർച്ചാണ്. ആക്ഷൻ റിസർച്ച് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ചെയ്ത് അതിൻ്റെ ഒരു ഫൈൻഡിങ്സും കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ആക്ഷൻ റിസർച്ചാണ്. ആക്ഷൻ റിസർച്ച് എന്നുള്ള ടേം ആദ്യമായിട്ട് കൊണ്ടുവന്നത് കർട്ട് ലെവിനാണ് ആക്ഷൻ റിസർച്ച് എന്നുള്ള ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. അതൊക്കെ ഓർമ്മിച്ചിരിക്കണേ. അടുത്ത 18ാമത്തെ ചോദ്യം, ആൻ എക്സാമ്പിൾ ഫോർ ഗ്രാഫിക്കൽ എയ്ഡ് ഈസ് ബുള്ളറ്റിൻ ബോർഡ്, പെഗ് ബോർഡ്, പോസ്റ്റർ, ഫ്ലാനൽ ബോർഡ്.
ആൻസർ ഇതാണ്. ഗ്രാഫിക്കൽ എയ്ഡിന് എക്സാമ്പിൾ പോസ്റ്ററാണ്. ഇനി അടുത്ത 19ാമത്തെ ചോദ്യം. The most appropriate strategy that can be used for evaluating teacher performance is. ടീച്ചറിൻ്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, ടീച്ചറിൻ്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, സെൽഫ് അസസ്മെൻറ്റ്, ഇവാലുവേഷൻ ബൈ സ്റ്റുഡൻസ്, പിയർ അസസ്മെൻറ്റ്. ആൻസർ ഇതാണ്, ഇവാലുവേഷൻ ബൈ സ്റ്റുഡൻസ് ആണ്. ഒരു ടീച്ചറിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ അത് ആര് ഇവാലുവേറ്റ് ചെയ്യണം? കുട്ടികൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം. കുട്ടികൾ പറഞ്ഞാൽ അവർക്ക് എത്രത്തോളം മനസ്സിലായി ആ ടീച്ചറിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത്, അല്ലേ? അതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി. ഇനി അടുത്ത 20ാമത്തെ ചോദ്യം. MS Point ഈസ് എ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ, വേർഡ് പ്രോസസ്സർ, സ്പ്രെഡ്ഷീറ്റ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻസർ ഇതാണ്, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. MS PowerPoint എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഞാൻ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിനകത്താണ് എൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇനി അടുത്ത 21ാമത്തെ ചോദ്യം. എ ഹാക്കർ യൂഷ്വലി യൂസസ് എ പ്രോക്സി സെർവർ. വൈ? ടു ക്രിയേറ്റ് എ ഡ്യൂപ്ലിക്കേറ്റ് സെർവർ ഓൺ എ നെറ്റ്വർക്ക്, ടു ക്രിയേറ്റ് എ സ്ട്രോങ് കണക്ഷൻ വിത്ത് ദി ടാർഗറ്റ്, ടു ഒബ്റ്റെയിൻ എ റിമോട്ട് ആക്സസ് കണക്ഷൻ, to hide malicious activity on the network. ആൻസർ ഇതാണ്, ആൻസർ ഓപ്ഷൻ ഡി ആണ്. ടു ഹൈഡ് മലീഷ്യസ് ആക്ടിവിറ്റി ഓൺ ദി നെറ്റ്വർക്ക്. അതായത് ഇദ്ദേഹം ചെയ്യുന്ന മലീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പ്രോക്സി സെർവർ ഉപയോഗിക്കുന്നത്. ആര്? ഒരു ഹാക്കർ. ഹാക്കർ എന്ന് പറയുമ്പോൾ അറിയില്ല, മറ്റുള്ളവരുടെ ഡേറ്റാസിനെ മോഷ്ടിക്കുന്ന ആൾക്കാരാണ് ഹാക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഹാക്കർ എന്താണ്? മലീഷ്യസ് ആക്ടിവിറ്റി ചെയ്യുന്നു എന്നുള്ളതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്? പ്രോക്സി സെർവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു 21 ചോദ്യം. ഈ 21 ചോദ്യങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഉടനെ കാണുന്നത് വരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ജസ്ന.